ഫ്രണ്ട്സേ ധന്യാണേ. അപ്പോഴേ നാളേക്കുള്ള ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിരിക്കുകയാണ്. പച്ചക്കറിയൊക്കെ അരിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതും നിങ്ങൾ തരുന്ന സഹായം കൊണ്ട് തന്നെയാണ് ഞാൻ മറ്റുള്ള പാവങ്ങൾക്ക് ഞാനിത് എത്തിക്കുന്നത്. ഞാൻ നിങ്ങളിൽ നിന്ന് ഓർഡർ വാങ്ങിച്ച് വിശക്കുന്നവന് ഭക്ഷണം എത്തിച്ചു കൊടുക്കണ ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അതിലൂടെ എനിക്കും ഒരു വരുമാനം കിട്ടും. അതേപോലെ തന്നെ വിശക്കുന്നവന് ആ ഒരു വിശപ്പ് മാറുകയും ചെയ്യും. അപ്പോൾ ഒരു നേരത്തെ ആഹാരം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. 80 രൂപയാണ് ഒരു ഊണിന്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് ഓർഡർ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പിന്നെ ഒരാൾ ഇങ്ങനെ നമുക്ക് ഫുഡിന് ഓർഡർ തന്നു കേട്ടോ. നാളത്തെ ഫുഡാണെന്ന് പറഞ്ഞിട്ട് ഫുഡിനുള്ള പൈസ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേറെ ആരുടെ അടുത്തും ചോദിച്ചതുമില്ല, ഞാനൊരു വീഡിയോ ആയിട്ട് വന്നതുമില്ല. എന്താ വെച്ചാൽ ചൊവ്വാഴ്ച വരെയുള്ള ഒരു എമൗണ്ട് ആയിരുന്നു. ചൊവ്വാഴ്ച വരെയുള്ള ഭക്ഷണത്തിന് പൈസയായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ബുധനാഴ്ചത്തെ ഞാൻ വീഡിയോ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അവർ ഫോൺ വിളിച്ച് പറഞ്ഞത്. അറിയുന്ന ഒരാൾ തന്നെയാണ്. അവർ പറഞ്ഞു ഫുഡ് നാളെ കൊടുക്കാം ചേച്ചി, നിങ്ങൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേറെ ആരത് ചോദിച്ചില്ല കേട്ടോ. ഇപ്പം ഞാൻ വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുന്നതും ഇല്ല, കട്ട് ചെയ്ത് കളയണം. ഇനി അവിടെ എന്താ അവസ്ഥ എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ നാളെ ഞാൻ ഇത്രയും ആളുകൾക്ക്, ഈ 30 പേർക്ക് ഞാൻ ഈ ഫുഡ് എത്തിച്ച് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ വരുമാനം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നത്. അല്ലെങ്കിൽ എല്ലാ ആളുകളും പിന്നെ നമുക്ക് പൈസ തന്നിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. പക്ഷേ ഇത് അറിയുന്ന ഒരാളായതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചതുമില്ല കേട്ടോ. അത് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ. എന്തായാലും വിശക്കുന്നവന് ഒരു നേരത്തെ അന്നം കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അവരുടെ ഭക്ഷണം മുടക്കി കഴിഞ്ഞാൽ എനിക്കും കടന്ന ഉറക്കം വരില്ല. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങളാൽ പറ്റുന്ന ഒരു സഹായം എന്ന് പറയുന്നത് ഒരു നേരത്തെ ഭക്ഷണം ഓർഡർ ചെയ്യുക എന്നതാണ്. അപ്പോൾ എന്തായാലും വീണ്ടും ഞാൻ പറയുന്നു, എൻ്റെ നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ മടിച്ചു നിൽക്കാതെ അത് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം എന്നെ കാത്തിട്ട് 12:30 മുതൽ 1:30 വരെ അവർ അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച കാണുമ്പോണ്ടല്ലോ ഭയങ്കര സങ്കടമാണ് എനിക്ക്. അപ്പോൾ അത് കാണുമ്പോൾ എന്നെ അത്ര നേരം വരെ അവർ കാത്തു. ചില സമയങ്ങളിൽ എനിക്ക് ഇവിടെ നിന്ന് പാക്ക് ചെയ്തിട്ട് ഇറങ്ങുമ്പോഴേക്ക് സമയമാവും കേട്ടോ. എന്നാലും ഞാൻ പറയാറുണ്ട്, ഞാനില്ല എന്ന് പറയുന്ന ദിവസം വരെ നിങ്ങൾ ഇവിടെ വന്ന് നിന്നോളി, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെ കൊണ്ട് എത്തിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാവങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതാവുമോ എന്നൊരു ടെൻഷൻ കൂടി ഉണ്ട് എനിക്ക്. എന്തായാലും കുഴപ്പമില്ല, നല്ല ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.